കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെയും കോൺഗ്രസിന്റെയും ഓരോ സാധാരണ പ്രവർത്തകനും നെഞ്ചിലേറ്റിക്കൊണ്ടു നടന്ന ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനാണ് നാട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ജനകീയനായ ജനനായകൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിന്റെ ഭരണസിംഹാസനത്തിലേക്ക് കോൺഗ്രസിന്റെ UDFന്റെ ഒരു മുഖ്യമന്ത്രി കടന്നുവന്നു എന്ന വാർത്ത പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും നൽകുന്ന ആവേശം ചെറുതല്ല. വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന VD സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അത് വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് കനൽ വഴികൾ താണ്ടി വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. ഒരു പറ്റം മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ കോട്ടയും BJPയും ചില സമുദായ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് രാഷ്ട്രീയ വനവാസം കൽപ്പിച്ച തിരികെ വരില്ല എന്ന വിധിയെഴുതിയിടത്തു നിന്നുമാണ് VD സതീശൻ എന്ന ജനനേതാവ് കേരളത്തിന്റെ അമരക്കാരനായി ഉയർന്നു വരുന്നത്. ഈ ഒരു ചരിത്ര നിമിഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായി, അവരുടെ പ്രതിരോധത്തിന്റെ കോട്ടയായി മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും ഒരു നല്ല കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായിരിക്കും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലും അദ്ദേഹം ഉയർത്തുന്ന ശക്തമായ നിലപാടുകൾ. കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെ ആര് കയ്യേറ്റം നടത്തിയാലും, എന്ത് പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കാൻ രാഹുലിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ അധികാരമേൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ചേരിതിരിവുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ ശക്തമായ ഭാഷയിലാണ് രാഹുൽ തന്റെ വീഡിയോയിൽ പ്രതികരിച്ചിരിക്കുന്നത്. എതിരാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു കുത്തുവാക്കുകൾക്കും കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകി പ്രതിരോധം തീർക്കുന്നതിൽ അദ്ദേഹം കാട്ടുന്ന ആർജവം ഈ വാർത്തയിലും വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. സതീശൻ യുഗത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ പ്രകോപനങ്ങളുമായി വരുന്നവർക്കെല്ലാം രാഹുൽ നൽകിയ കൃത്യമായ മറുപടി സാധാരണക്കാരായ അണികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. പാർട്ടി പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലെല്ലാം സ്വന്തം സുഖസൗകര്യങ്ങൾ നോക്കാതെ അണികൾക്കൊപ്പം തെരുവിൽ പോരാടാനും മാധ്യമങ്ങളുടെ മുൻപിൽ പാർട്ടിയുടെ മുഖമായി നിന്ന് വാദിക്കാനും രാഹുൽ ഒട്ടും മടിച്ചിട്ടില്ല. കോൺഗ്രസുകാർ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിയത് ഇത്തരം നിലപാടുകൾ കൊണ്ടാണ്. മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മറ്റും നടന്ന അധിക്ഷേപങ്ങൾ കോൺഗ്രസ് സംസ്കാരത്തിന് ചേരുന്നതല്ല എന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 നേതാക്കളും മുഖ്യമന്ത്രിയാകാൻ ഒരുപോലെ യോഗ്യരായിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ നേതാക്കളുടെ ഫ്ലെക്സ് ബോർഡുകൾ കത്തിക്കുന്നതും മുഖത്തു തുപ്പുന്നതും ജനാധിപത്യ വിരുദ്ധമാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ദൗർഭാഗ്യകരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ യഥാർത്ഥ ലക്ഷ്യം അധികാരമല്ല, മറിച്ച് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പും ജനങ്ങളുടെ ക്ഷേമവുമാണ് എന്ന് രാഹുൽ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. KC വേണുഗോപാലിനെ നൂലിൽ കെട്ടി ഇറക്കിയവനെന്നും പെട്ടിനൊക്കി എന്നും വിളിക്കുന്നവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ. KCU കാലം മുതൽ തന്നെ പോരാടി വളർന്നു വന്ന നേതാവാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിൽ കോൺഗ്രസിന് ജയിക്കാൻ പ്രയാസമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടി വിജയിച്ച വ്യക്തിയാണ് എന്നും ഏതെങ്കിലും സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാത്ത നേതാവാണ് KC എന്നും രാഹുൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്താണ് കേരളത്തിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി ചില പ്രവർത്തകർ എന്നെയും വിളിച്ച് കുറെ അഭിപ്രായങ്ങൾ ചോദിച്ചു എന്ന് രാഹുൽ പറയുന്നു. താൻ ഒരഭിപ്രായവും പറഞ്ഞില്ല എന്നും, കാരണം തന്റെ അഭിപ്രായത്തിന്റെ പേരിൽ ആരെങ്കിലും തമ്മിൽ തർക്കമുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും, മാത്രമല്ല തന്റെ അഭിപ്രായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല എന്നും രാഹുൽ പറയുന്നുണ്ട്. അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ആ ഫോറത്തിലാണ് പറയേണ്ടത് എന്നുമാണ് തന്റെ വിശ്വാസം. ഈ 3 നേതാക്കന്മാരിൽ 3 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരല്ലേ? ആർക്കെങ്കിലും യോഗ്യതയില്ലായ്മയോ അതിൽ കൂടുതൽ യോഗ്യതയുള്ളതോ ആയിട്ട് താൻ വിചാരിക്കുന്നില്ല. അതിന്റെ പേരിൽ എന്തെല്ലാം കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടത്. ഉമ്മൻചാണ്ടി സാറിന്റെയും KC വേണുഗോപാലിന്റെയും പടമുള്ള ഫ്ലെക്സ് ബോർഡുകൾ കത്തുകയാണ്. ഉമ്മൻചാണ്ടി കത്തുന്നത് കാണാൻ ഒരു കോൺഗ്രസുകാരന് കഴിയില്ല. VD സതീശന്റെ പടമുള്ള ഫ്ലെക്സിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുന്നതും ഒരു കോൺഗ്രസുകാരന് ചേർന്ന സംസ്കാരമല്ല എന്നും രാഹുൽ ഓർമ്മിപ്പിക്കുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടിയെ ശക്തിപ്പെടുത്താനും VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് ശക്തമായ അടിത്തറയൊരുക്കാനും യുവതലമുറയിലെ ഈ നേതാവ് കാണിക്കുന്ന ആവേശം പ്രശംസനീയമാണ്. കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് ഇന്നത്തെ ഈ മാറ്റം. വനവാസം കൽപ്പിച്ചവർക്ക് മുന്നിലൂടെ അഭിമാനത്തോടെ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുമ്പോൾ ആ വിജയത്തിന് പിന്നിൽ രാഹുലിനെ പോലെയുള്ള 100 കണക്കിന് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിയർപ്പും പോരാട്ടവുമുണ്ട്.
കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഏറ്റവും തവണ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാളാണ് താൻ. ജീവിതത്തിൽ സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട് എന്നെ ജയിലിൽ അടച്ച ഒരു സർക്കാരായിരുന്നു അത്. ആ സർക്കാരിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കറകളഞ്ഞ കോൺഗ്രസുകാരൻ തന്നെയാണ് ഞാൻ. എനിക്ക് അഭിപ്രായം പറയാൻ ഒരു മടിയുമില്ല. വരും നാളുകളിലും പ്രസ്ഥാനത്തിന് നേരെ ഉയരുന്ന ഏതു വെല്ലുവിളികളെയും ചെറുക്കാൻ സാധാരണക്കാരായ അണികളെ ചേർത്തുപിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ടാകുമെന്ന വിളംബരമാണ് ഈ പുതിയ തുടക്കം അടയാളപ്പെടുത്തുന്നത്.